ആരാധിച്ച് ആത്മീകമായ ജീവനിച്ചതിന് പ്രാപിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് രാജാവായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും അവിടെ ഞങ്ങൾ നായകനായിരിക്കും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വന്നിരിക്കുന്ന മക്കളെ അവിടെ അനുഗ്രഹിക്കണം. വലിയ മക്കളെ കൂടി ചേർക്കണമേ. വലിയ ശാരീമാക്ഷണങ്ങളിലും പ്രയാസി മക്കളുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലരെയും അവിടെ തന്നെ ആസ്വദിക്കണമേ. മഹത്വവും മാനവും അങ്ങനെ എടുക്കണമേ. യേശു മിശിഹാ പോലെ പ്രാർത്ഥിക്കുന്നു. ദയവായി കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സുമധുരമായ ക്രിസ്തീയ ഗീതങ്ങൾ 298 പാട്ട് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തീയ ഗീതങ്ങൾ 298.
സംസാരിക്കുന്ന ഈ പ്രത്യേക ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 13 പേജ് നമ്പർ 13. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. മനുഷ്യ സമൃദ്ധിയും സമാധാനവും വർദ്ധിക്കട്ടെ. നമുക്ക് നിലക്കവനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷയുടെ ദാതാവായ ദൈവമേ, നിന്റെ പുത്രമുഖാന്തരം ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന നിത്യജീവനും അമർത്തതയ്ക്ക് വേണ്ടി ഞങ്ങളതിനെ സ്തുതിക്കുന്നു. നിന്റെ അത്ഭുതകരമായ രക്ഷണീയ പ്രവൃത്തികളെക്കുറിച്ച് ധ്യാനിക്കുവാനും സന്തോഷിക്കുവാനും മഹത്തരമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും കൃപ തരണമെന്ന് ഞങ്ങളുടെ കർത്താവിന്റെ യേശു മുഖാന്തരം ഞങ്ങളങ്ങയോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. 10 കൽപ്പനകൾ. ഞാൻ നിന്റെ ദൈവമായ കർത്താവാകുന്നു. എന്നുമാകെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. കർത്താവേ, ഞങ്ങളോടു കാരുണ്യമുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വാണമേ. നീ നിനക്കൊരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കീഴെ വെള്ളത്തിലെങ്കിലുള്ള യാതൊരു പ്രതിമയരുത്. നീ അവയെ കുമ്പിടുകയോ സേവിക്കുകയോ ചെയ്യരുത്. കർത്താവേ, ഞങ്ങളോട് കാരുണ്യമുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം നീ വൃഥാ എടുക്കരുത്. കർത്താവേ, ഞങ്ങളോട് കാരുണ്യമുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വാണമേ. ശബത്ത് ദിവസമായി ആചരിപ്പാൻ ഓർക്കാം. 6 ദിവസം വാണിജ്യ വേലയൊക്കെയും ചെയ്യുക. എന്നാൽ 7-ാം ദിവസത്തെ ദൈവമായ കർത്താവിന് ഒരു ശബത്ത് ആകുന്നു. കർത്താവേ, ഞങ്ങളോട് കാരുണ്യമുണ്ടായി ഞങ്ങളെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. കർത്താവേ, ഞങ്ങളോട് കാരുണ്യമുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വാണമേ. നീ കൊല ചെയ്യരുത്. കർത്താവേ, ഞങ്ങളോട് കാരുണ്യമുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വാണമേ. നീ വ്യഭിചാരം ചെയ്യരുത്. കർത്താവേ, കാരുണ്യമുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വാണമേ. നീ മോഷ്ടിക്കരുത്. കർത്താവേ, ഞങ്ങളോട് കാരുണ്യമുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വാണമേ. നീ
കള്ളസാക്ഷ്യം പറയരുത്. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി. ഞങ്ങളെ വാണാക്കേടാമേ, നീ മോഹിക്കരുത്. കർത്താവേ, ഞങ്ങളോടു കരുണയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെയും കുറവുകളെയും ദൈവത്തിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നോക്കാം, മുട്ട മടക്കി പ്രാർത്ഥിക്കാം. എൻ്റെ ആലയ സകല ജാതികൾക്ക് പ്രാർത്ഥനാലയമാകുന്നു, നിങ്ങളോ അതിനെ കടൽമാടുകയാക്കി തീർത്തു എന്ന് പറഞ്ഞ് ദേവാലയത്തെ ശുദ്ധീകരിച്ച ക്രിസ്തുവേ, ഞങ്ങളുടെ മൺകൂടാരമാകുന്ന ഈ ആലയം പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കുന്നതിന് ഞങ്ങൾക്കുണ്ടായ വീഴ്ചകൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ തിരുസന്നിധിയെ അടുത്തു വരുന്നു. നിത്യനായ വെളിച്ചത്തിൻ്റെയും കൃപയുടെയും ദാതാവേ, ജ്ഞാനതയുടെയും ബലഹീനതയിലൂടെയും മനഃപൂർവമായ നിരൂപണങ്ങളിലൂടെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിന്നോട് ഞങ്ങൾ പാവച്ചിരിക്കുന്നു. ഞങ്ങളുള്ളതിൻ്റെ സ്വരൂപവും സാദൃശ്യവും ഞങ്ങൾ വികലമാക്കിയതോർത്ത് ദുഃഖിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുകയും അന്ധകാരം ഞങ്ങളെ പ്രകാശത്തിലേക്ക് പാതിയിലേക്ക് നടത്തുകയും ചെയ്യണമേ. ആമേൻ. മനഃപൂർവമായ മാനസ സത്യവിശ്വാസം തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സുരക്ഷമിക്കുന്ന എല്ലാവർക്കും പാപം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാചിരിക്കുന്ന സ്വർഗസംവിധാവായ സർവ്വശ്രേഷ്ഠ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവൻ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവം നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹോസന്ന ഞായറാഴ്ചയുള്ള പ്രത്യേക അപേക്ഷയും വേദഭാഗങ്ങളും. ഹോസന്ന, കർത്താവേ രക്ഷിക്കണമേ. സർവാശക്തനായ ദൈവമേ, ഹോസന്നയുടെ ആരവങ്ങൾക്കിടയിൽ ദൈവത്തിന് കുഞ്ഞാടായും ലോകരക്ഷകനായും ജീവോത്സവമായ ഒരു ശിലുവയിൽ സഞ്ചരിച്ച അങ്ങനെ പുത്രനായ യേശുക്രിസ്തുവിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ക്ലേശം നിറഞ്ഞ ലോകത്തിൽ തിന്മയെ ജയിക്കുവാനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോട് വിശുദ്ധാത്മാരുടെ കൂടെ കാലവർഷത്തോടെ ജീവിച്ചു വാഴുന്ന കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വേദഭാഗം വായിക്കാം. ഒന്നാം പാഠം.